ഹലോ ഫ്രണ്ട്സ്, SRCC GBO കുറിച്ചാണ് ഈ വീഡിയോ. സോ ആദ്യം തന്നെ SRCC കുറിച്ച് പറയുകയാണെങ്കിൽ GBO വിടുക. SRCC എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് ഫോർ BCom BA സോർട്ട് ഓഫ് കോഴ്സസ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജാണ്. ഏതാണ്ട് 100 വർഷം മുന്നേ തുടങ്ങിയ കോളേജാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡ്യൂവിലെ തന്നെ കയറാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരുപാട് ടോപ്പ് അലൂമിനീസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോളേജാണ്. ഇപ്പൊ നമ്മളുടെ പഴയ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലിയെ പോലെയുള്ള ഒരുപാട് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും ഒരുപാട് ടോപ്പ് കോർപ്പറേറ്റ് ജെയിൻസിനെ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ അത്രയും അലൂമിനി ബേസ്ഡ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് SRCC, ശ്രീറാം കോളേജ് ഓഫ് കോമേഴ്സ്. ഇനി അവരുടെ ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന GBO എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു 2-year പ്രോഗ്രാമാണ്. MBAക്ക് ഇപ്പൊ പല സ്ഥലങ്ങളിൽ പല പേരിൽ പറയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് മൈക്കയിലെ MBAയുടെ പേര് MBA എന്നും PGDM എന്നൊന്നും അല്ല. അവരുടെ വേറെ എന്തോ PGDMC എന്നോ അങ്ങനെ എന്തോ വേറൊരു കോഴ്സാണ്. അതുപോലെ ഒരു സ്ലൈറ്റ്ലി കോഴ്സ് ഇപ്പൊ ടിസ്സിൽ നോക്കുകയാണെങ്കിൽ ടിസ്സിലെ HR പ്രോഗ്രാം ശരിക്കും MBA അല്ല, ഇറ്റ്സ് MA in HR, ബട്ട് ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എൻ MBA പ്രോഗ്രാം. സിമിലർലി ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈസ് ആൻ MBA. അത് MBA തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇത് 1999 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതാണ്ട് ഒരു 10-25 വർഷം ആവാൻ പോകുന്നു ഈ ഒരു കോഴ്സിന്. അപ്പം കോഴ്സിന്റെ ലെഗസി, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്, ഇതിലൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇനി അടുത്തത് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രോസ് കോൺസ്, ആരാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിന് എത്തിപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, SRCCയിൽ കയറാൻ വേണ്ടി, അതായത് GBOയിൽ കയറാൻ വേണ്ടി ശരിക്കും നിങ്ങൾ SRCC GBOയുടെ ഒരു എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഈ Jan 15 ആ ഒരു എൻട്രൻസിന്റെ ഡെഡ് ലൈൻ. ഇനി ആ എൻട്രൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2-hour എക്സാമിനേഷൻ ആണ്. നിങ്ങൾ കാറ്റ് സാറ്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ബുദ്ധിമുട്ടാവില്ല. ഓൾസോ റിസർവേഷൻ ഉള്ള കോളേജാണ്, ഗവൺമെന്റ് കോളേജാണ്. സോ ജനറൽ, EWS, OBC, SC, ST, PWD എല്ലാവർക്കും റിസർവേഷൻസും ഉള്ള 90 ഇൻടേക്ക് ഉള്ള ഒരു കോളേജാണ്. 90 അവിടുത്തെ ഒരു ബാച്ച് സൈസ്. ഇനി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ലോജിക്കൽ എബിലിറ്റി, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇതിലെല്ലാം കൂടെ ആയിട്ട് ടോട്ടൽ ഓഫ് ഒരു 100+ ക്വസ്റ്റ്യൻസ്, ഒരു 160 ക്വസ്റ്റ്യൻസോ മറ്റോ ഉണ്ട്. സോ 160 ക്വസ്റ്റ്യൻസ് 2 hours എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള എക്സാം ആണ്. സ്നാപ്പ് പോലത്തെ എക്സാം ആണ്, പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോവാം. ഒരുപാട് അധികം എക്സ്ട്രാ പ്രിപ്പറേഷൻസ് ഇല്ലാതെ തന്നെ ഈ SRCC GBO നിങ്ങൾക്ക് ശരിക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. +4 -1 ആണ് മാർക്കിംഗ് പാറ്റേൺ ഉള്ളത്. ഇനി കോളേജിന്റെ ഒരു ഇൻസൈഡർ ഇൻഫോ, ഞാൻ അവിടുത്തെ ഒരു സ്റ്റുഡന്റുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു എന്താണ് SRCCയുടെ ഒരു ലൈഫ് എന്താണെന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു ടോപ്പ് 6 IIMs അല്ലെങ്കിൽ ഒരു ടോപ്പ് 8 IIMs അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോപ്പ് 20 B സ്കൂൾസ് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലാണ് പോകേണ്ടത്. പക്ഷെ അത് കിട്ടാത്ത ഒരാൾക്ക് ഈ വർഷം അല്ലെങ്കിൽ കാറ്റ് നിങ്ങൾക്ക് വേണ്ട പെർഫോമൻസ് കൊടുക്കാൻ പറ്റിയില്ല, ഇപ്പം ഒരുപാട് അവൈലബിൾ ഓപ്ഷൻസ് ഇല്ലാത്തവര്, ഇഫ് യു ബിലോങ് ടു റിസർവ് കാറ്റഗറി, പ്ലീസ് ഡു അപ്പിയർ ഫോർ SRCC GBO. ഇഫ് യു ഡോണ്ട് ഹാവ് 1 more year ടു പ്രിപ്പയർ, SRCC GBOക്ക് പ്രിപ്പയർ ചെയ്യുക. കാരണം 3.2 ലക്ഷം രൂപയുടെ മൊത്തം ഫീസ് വരുന്നുള്ളൂ. ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 13-14 lakhs വരുന്നുണ്ട്. ഡൊമൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡൈവേഴ്സ് ആയിട്ടുള്ള ഡൊമൈൻസിൽ പ്ലേസ്മെന്റ് പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനീസിൽ നിങ്ങൾക്ക് ഒരു ഹെഡ് സ്റ്റാർട്ടും കിട്ടും. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ കോളേജ് PGയുടെ ചൂസ് ചെയ്യുമ്പോൾ, സോ നിങ്ങൾ IIT ഖരഗ്പൂർന്ന് ഒരു BTech കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് ടു ഗോ ടു SRCC GBO. കാരണം അതൊരു വലിയൊരു ലെവൽ ഡൗൺ ആണ്. ഇപ്പം നിങ്ങളൊരു ABC തന്നെ നോക്കേണ്ടി വരും. നിങ്ങളൊരു ടോപ്പ് NIT അല്ലെങ്കിൽ BITS കഴിഞ്ഞ ആളാണെങ്കിൽ ABC വേണ്ട, ലക്നോ, ഇൻഡോർ, കോഴിക്കോട് ഓൾസോ മേക്ക് സെൻസ്. പക്ഷെ നിങ്ങളൊരു നാട്ടിലെ ഒരു Tier 3 സാധാരണ ഒരു സ്റ്റേറ്റ് കോളേജിൽ പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഈവൻ SRCC GBO is an upgrade. പക്ഷെ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് ബെറ്റർ ആസ്പിറേഷൻസ്. നിങ്ങൾ അഹമ്മദാബാദിലേക്ക് കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. നിങ്ങൾ അതിനുവേണ്ടി ബാറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വർഷം കിട്ടുമെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ ഒരു വർഷം കൊടുക്കാം, ഇറ്റ്സ് ഓക്കെ. ബട്ട് ഐ ആം ടോക്കിംഗ് ടു ദി പീപ്പിൾ who badly wanted to get into a good institute, അത്യാവശ്യം ROയും കുറച്ച് സേഫ് ഒക്കെ ആയിട്ടുള്ള ഒരു കോളേജിൽ കയറാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്ഷൻ. ഇറ്റ്സ് അനദർ എക്സാം വിച്ച് യു ക്യാൻ ഫോക്കസ്. ഇനി അവിടെയുള്ള ആൾക്കാരുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ശരിക്കും ഒരുപാട് ഫ്രഷേഴ്സിനെ എടുക്കുന്ന ഒരു കോളേജാണ്. ഒരു 70-72% ആൾക്കാരും ലെസ് ദാൻ 12 months ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആണ്. പിന്നെ
നിങ്ങൾക്ക് ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 20% ആൾക്കാർക്ക് അവിടെ വർക്ക് എക്സ്പീരിയൻസ് 2 ഇയേഴ്സിനെക്കാളും കൂടുതലുമാണ്. അവിടുത്തെ പ്ലേസ്മെന്റ്സിലാണെങ്കിലും അവരുടെ പ്ലേസ്മെന്റ്സിൽ പോകുന്ന മേജർ ഡൊമൈൻസ് എന്ന് പറയുന്നത് ഈ ജനറൽ മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം. ഇപ്പൊ ഞാൻ സാംസങ്ങിന്റെ പറഞ്ഞ പോലെ കൂടുതലും ഫ്രഷേഴ്സിനെ എടുത്ത് ഒരു ട്രെയിനിങ് സ്റ്റിൻറ്റിൽ ഇട്ട് എന്നിട്ട് അവരുടെ ലൈക്കിങ്ങിനനുസരിച്ചുള്ള റോള് കൊടുക്കുന്ന ടൈപ്പ് കമ്പനീസ് ആണ് 25%, വിച്ച് ഇസ് എ ഗുഡ് സൈൻ ഫോർ ഫ്രഷേഴ്സ് ഔട്ട് ദർ. ആൻഡ് ഓൾസോ ബിസിനസ് ഡെവലപ്മെന്റ് 14%. കൺസൾട്ടിങ് കുറവാണ്. സോ ഇഫ് യു ബാഡ്ലി വാണ്ട് ടു ഗോ ഇൻ ടു കൺസൾട്ടിങ്, SRCC മൈറ്റ് നോട്ട് ബി എ ഗ്രേറ്റ് പ്ലേസ്. 9% ഉള്ളൂ. ഓപ്പറേഷൻസ് 5% ഉള്ളൂ. സോ ജനറലി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ യൂഷ്വലി പോകുന്ന ഡൊമൈൻസിലോട്ട് പ്ലേസ്മെന്റ് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. ടോക്കിംഗ് അബൌട്ട് ടോപ്പ് കമ്പനി, കുറച്ച് നെയിംസ്: ആദിത്യ ബിർല ഗ്രൂപ്പ്, അമേരിക്കൻ എക്സ്പ്രസ്, അഡോബി, പിന്നെ കോഗോബോട്ടൊക്കെ കുറച്ച് ഒരു സ്റ്റാർട്ടപ്പ് കൈൻഡ് ആണ്. സോ സ്റ്റാർട്ടപ്പിലും നല്ല സ്റ്റാർട്ടപ്സും യൂണിക്കോൺസും ഒക്കെ കുറച്ച് ഞാൻ കണ്ടിരുന്നു. പിന്നെ ഈ EY, HCL പോലെയുള്ള ആൾക്കാർ, പിന്നെ ഒരുപാട് ബാങ്കുകളും വന്നിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. സോ അതാണ് അതിന്റെ ഒരു ഹയറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി അവിടുത്തെ സ്റ്റുഡന്റുമായിട്ട് ഞാൻ ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചു. സോ FMS, DSC ഒക്കെ പോലെ തന്നെ ഇവർക്കും ഒരു ഡെഡിക്കേറ്റഡ് ഹോസ്റ്റലും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഡൽഹിയിൽ ഞാൻ ഓൾറെഡി എന്റെ FMS വീഡിയോ കണ്ടാൽ ആക്കിലുമായിട്ടുള്ള ഇന്റർവ്യൂവിലും ഞാൻ പറയുന്നുണ്ട്, DSCയുടെ എന്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഡൽഹിയിൽ വിജയനഗർ ആൻഡ് കമലാനഗർ, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള 2 ചെറിയ ടൗൺസ് ആണ്. അവിടെ ഒരുപാട് അധികം നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് സ്റ്റേ ആണെങ്കിൽ ഒരു 10,000 രൂപ പെർ മന്തിൽ ഇൻക്ലൂഡിങ് ഫുഡ് മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസം ഒരു 15,000 20,000 പെർ മന്ത് എക്സ്ക്ലൂഡിങ് ഫുഡ് കൊടുത്താൽ നല്ല അടിപൊളി സ്റ്റേ. ഇപ്പൊ 2-3-4 പേർക്കൊക്കെ ഒരു ഫ്ലാറ്റ് ഒക്കെ എടുത്ത് നിൽക്കാൻ പറ്റുന്ന അത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു ആക്സസ് ഉള്ള ഒരു ടൗൺ ആണ് ഇത് രണ്ടും, കമലാനഗർ ആൻഡ് വിജയനഗർ. ആൻഡ് ഒരുപാട് അധികം കോളേജസ് സറൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. പക്ഷെ ഈ ഫെസിലിറ്റീസ് എല്ലാം ക്യാമ്പസിനകത്ത് ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി ഒരു ഇൻ ക്യാമ്പസ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ DUയുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും, വിച്ച് ഈസ് സംതിങ് ഡിഫറെന്റ്. ഒരു ബി സ്കൂൾ എക്സ്പീരിയൻസ് ആയിരിക്കില്ല മോസ്റ്റ്ലി, പക്ഷെ ഒരു DU എക്സ്പീരിയൻസ് കിട്ടും, വിച്ച് ഈസ് ഓൾസോ സംതിങ് യു ക്യാൻ ലുക്ക് അപ് ടു. എസ്പെഷ്യലി കേരളത്തിൽ ഇതുവരെ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും. നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ ഇവോൾവ് ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാവും. കോളേജിനകത്ത് SRCC GBO എന്ന് പറയുന്നത് അവരുടെ ഒരു മെയിൻ കോർ പ്രോഗ്രാം അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു സെപ്പറേറ്റ് SRCC GBO ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ് റൂം ഫെസിലിറ്റീസ്, ഓഫീസ് റൂം കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ആൻഡ് ക്ലബ്ബ് കമ്മിറ്റീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലബ്സ് എല്ലാം ഉണ്ട്. പക്ഷെ സംഭവ ഒരു റിഗർ മിസ്സിംഗ് ആണ്. സംഭവം ഒരു ബി സ്കൂൾ റിഗർ അവിടെ ഇല്ല എന്ന് തന്നെ പറയാം എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഒരു സ്റ്റുഡന്റുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത്. പക്ഷെ സ്റ്റിൽ ദെൻ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. എല്ലാം നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ടൈപ്പ് ഒരു ബി സ്കൂൾ അല്ല. ബട്ട് ദെൻ സ്റ്റിൽ അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വേറെ കുറെ കോളേജ് ഉണ്ട്. നിങ്ങൾക്കൊരു പുതിയ ഇവന്റ് കൊണ്ടുവരാം, നിങ്ങൾക്കൊരു പുതിയ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാം, അതിലൊക്കെ സപ്പോർട്ടീവ് ആണ്. സോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് SRCCയിൽ നിൽക്കുക. സോ ഞാൻ ഇൻ ജനറൽ SRCCയിലുള്ള ഒരു ഹോസ്റ്റൽ ലൈഫ്, പിന്നെ പെൺകുട്ടികളാണെങ്കിലും അത്യാവശ്യം ഒരു നല്ല ശതമാനം പെൺകുട്ടികളും ഉണ്ട്. ആ പെൺകുട്ടികൾക്ക് സേഫ് ആണോ ഡൽഹി എന്നൊക്കെ ചോദിക്കുന്നവരോട് നിങ്ങൾ വെറുതെ ഒരു ടൈം കിട്ടുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി വരെ ഒരു ട്രിപ്പ് അടിക്കുക. യു വിൽ അണ്ടർസ്റ്റാൻഡ് എത്രത്തോളം പെൺകുട്ടികൾ അവിടെ ഉണ്ടെന്നുള്ളതും എത്രത്തോളം അവർക്ക് സേഫ് ആണെന്നുള്ളതും. കാരണം അതൊരു കോളേജ് റോഡാണ്. വിജയനഗർ, കമലാനഗർ ഒക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രായത്തിന് മുകളിലുള്ള ആൾക്കാരെ പോലും അവിടെ കാണില്ല. അവിടെ എല്ലാവരും സ്റ്റുഡൻസ് തന്നെയാണ്. സോ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുട്ടികൾ അവിടെ പോയി പഠിക്കുന്നുണ്ട് UGക്ക് വേണ്ടി. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു സമയത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കേരളമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തും എല്ലാവരും മലയാളം പറയുന്ന ഒരു രീതിയിലാണ് അവിടെ ഉള്ളൊരു അവസ്ഥ. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് SRCC GBOയെ കുറിച്ച്. പ്രോഗ്രാമിനെ കുറിച്ചും പറയുകയാണെങ്കിൽ നോർമൽ MBAയുടെ പോലെ തന്നെയുള്ള ക്ലാസ്സസ് ഒക്കെ തന്നെയാണ് നടക്കുന്നത്. only thing is like 5th ടേമിലും 6th ടേമിലും ഒക്കെ ഒരു 4-5 പേപ്പർ ഓവർ ദി കോഴ്സ് ഓഫ് ലൈക്ക് 2 years ഒരു 4-5 പേപ്പർ ഇന്റർനാഷണൽ ബിസിനസിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. പക്ഷെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനീസും അവരുടെ റോൾസും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇറ്റ്സ് നത്തിങ് ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് കൂടുതലായിട്ട് പോകുന്നത് അങ്ങനെയൊന്നുമില്ല. ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് ഒന്നുമില്ല. സാധാരണ ഒരു MBA പ്രോഗ്രാം, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബി സ്കൂൾ എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ SRCCയെ കൺസിഡർ ചെയ്യാൻ. സോ കാറ്റ് കഴിഞ്ഞ് ഡെവാസ്റ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക്, സാറ്റും ശരിയായില്ല എന്നുള്ളവർക്ക്, ഈ വർഷം തന്നെ കയറണം എന്നുള്ളവർക്ക്, ഒരു നാട്ടിലൊക്കെ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം it's a good upgrade. It will be a great experience. ROIs it's good. So do apply for SRCC GBO and attempt one more exam. Thanks a lot for watching my video. Bye bye.